നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആധുനിക മനുഷ്യൻ്റെ ചരിത്രത്തിൽ യുദ്ധങ്ങൾ ഉണ്ടാക്കിയ വഴിത്തിരിവുകൾ വളരെ വലുതാണ്. ഒട്ടേറെ സംസ്കാരങ്ങളുടെ പതനത്തിനും ജനനത്തിനും യുദ്ധങ്ങൾ കാരണമായിട്ടുണ്ട്. മധ്യേഷ്യയിൽ പതിറ്റാണ്ടുകളായി നടന്നു വരുന്ന ഇസ്രയേൽ പലസ്തീൻ സംഘർഷവും സമാനമാണ്. ചരിത്ര പ്രാധാന്യമുള്ള ഈ മേഖല ഇന്ന് യുദ്ധത്തിൽ തകർന്ന് ഏറിയ ഭാഗവും തിരിച്ചറിയാൻ കഴിയാത്ത വിധം നശിച്ചിരിക്കുന്നു. പ്രത്യേകിച്ചും ഗാസ ഉൾപ്പെടെയുള്ള പലസ്തീനിലെ മേഖലകൾ. യുദ്ധത്തിൽ തകർന്ന മേഖലകളിലെ പരിസ്ഥിതി പ്രതിസന്ധികൾ മുൻപന്തിയിലാണ്. വ്യാപകമാകുന്ന ഫംഗസുകളും അണുക്കളും, പ്രത്യേകിച്ചും മരിച്ച മനുഷ്യരുടെയും മറ്റ് ജീവികളുടെയും ശവശരീരങ്ങൾ കൃത്യമായ മറവ് ചെയ്യാൻ പോലും പറ്റാതെ അത് മേഖലയുടെ ജൈവിക അവസ്ഥയെ തന്നെ പ്രതികൂലമായി ബാധിച്ചു തുടങ്ങുന്നു. ഇതിനൊപ്പം വ്യത്യസ്ത രാസപദാർത്ഥങ്ങളും കൂടി ചേരുന്നതോടെ വ്യത്യസ്ത രോഗങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കുമെല്ലാം ഈ മേഖല കീഴടങ്ങും. ഇസ്രായേൽ ഹമാസ് പോരാട്ടം ആരംഭിച്ചിട്ടിപ്പോൾ മാസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് ഇടവേളകളില്ലാതെ ഇത്രയും നാൾ തുടർച്ചയായി ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം തുടരുന്നത്. കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ ബന്ദികളാക്കിയതിലും കൂട്ടക്കൊലയ്ക്കും ജൈവായുധ ഉപയോഗത്തിനുമെല്ലാം നിരന്തരം പഴികേട്ടിരുന്ന ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ഗാസയിൽ മറ്റൊരു പ്രതിസന്ധി നേരിടുകയാണ്. അജ്ഞാതമായൊരു ഫംഗസ് ബാധയാണ് ഇസ്രായേൽ സൈന്യത്തെ കുഴപ്പത്തിലാക്കിയിരിക്കുന്നത്. വ്യോമാക്രമണത്തിൽ കാൽ നഷ്ടമായ പെൺകുട്ടി, റഫായിലെ അഭയാർത്ഥി ക്യാമ്പിൽ കയ്യോ കാലോ നഷ്ടമായി നൂറുകണക്കിന് കുട്ടികളാണ് ക്യാമ്പുകളിലുള്ളത്. മിക്കവർക്കും കൃത്യമായ ചികിത്സ ലഭിക്കുന്നില്ല. ആരോഗ്യനില അതീവ വഷളായ നിലയിൽ ചികിത്സയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് ഫംഗസ് ബാധ തിരിച്ചറിഞ്ഞത്. വൈകാതെ ഈ സൈനികൻ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. തുടർന്ന് ഇതുവരെ 10-ലധികം ഇസ്രായേൽ സൈനികരിൽ ഫംഗസ് ബാധ കണ്ടെത്തി. ഹമാസിൻ്റെ ജൈവായുധ ആക്രമണമാണ് ഈ ഫംഗസ് ബാധയ്ക്ക് പിന്നിലെന്ന് തുടക്കത്തിൽ ആരോപണം ഉയർന്നെങ്കിലും അതിനൊന്നും തെളിവുകൾ ഉണ്ടായിരുന്നില്ല. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ യുദ്ധങ്ങൾ നശിപ്പിക്കുന്നത് ഒരു മേഖലയുടെ പരിസ്ഥിതിയെ തന്നെയാണ്. ഇതിലൂടെ മണ്ണും വലിയ തോതിൽ മലിനമാക്കപ്പെട്ടു. മണ്ണിന് അപരിചിതമായതും ഉൾക്കൊള്ളാൻ കഴിയുന്ന ശേഷിക്കപ്പുറം ഉള്ളതുമായ വസ്തുക്കൾ പെട്ടെന്ന് വന്ന് ചേരുമ്പോഴാണ് ഇത്തരം ഫംഗസുകളും മറ്റ് സൂക്ഷ്മജീവികളും ഉണ്ടാകുന്നത്. ഗാസയിലും ഇതുതന്നെയാണ് സംഭവിച്ചിരിക്കുക. ഗാസയിലെ മണ്ണിൽ സൂക്ഷ്മാണുക്കളുടെയും ഫംഗസുകളുടെയും പെരുകൽ ഒട്ടും അപ്രതീക്ഷിതമല്ലെന്ന് ഗവേഷകർ പറയുന്നു. ഇത് ഗാസയിലെ മാത്രം സ്ഥിതിയല്ല. വലിയ തോതിൽ വ്യാവസായിക മലിനീകരണം നടക്കുന്ന മേഖലകൾ, വനനശീകരണം നേരിടുന്ന പ്രദേശങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം മൂലം മഞ്ഞുരുകി ഒലിക്കുന്ന ധ്രുവമേഖലകൾ, ഇങ്ങനെ പല ഭൂപ്രദേശങ്ങളും ഇന്ന് മനുഷ്യർക്ക് പരിചയമില്ലാത്ത സൂക്ഷ്മാണുക്കളുടെ പെരുകലിന് സാക്ഷ്യം വഹിക്കുകയാണ്. തിരിച്ചറിയാത്ത മരുന്നുകളെ ശക്തമായി തന്നെ പ്രതിരോധിക്കാൻ കഴിയുന്ന സൂക്ഷ്മജീവികളെയാണ് ഗാസയിൽ കണ്ടെത്തിയത്. ഇവയെല്ലാം തന്നെ ഇതുവരെ ഗാസയ്ക്ക് പുറത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടാത്തവ കൂടിയാണ്. റെസിസ്റ്റന്റ് മൈക്രോബുകൾ എന്നാണ് ഇവയെ ഗവേഷകർ ഇപ്പോൾ വിളിക്കുന്നത്. ഗാസയിൽ കണ്ടെത്തിയ ഇവ സൈനികരിലൂടെ ഇസ്രായേലിലേക്കും അതുവഴി മറ്റ് രാജ്യങ്ങളിലേക്കും വ്യാപിക്കുമോ എന്ന ഭീതി കൂടി നിലനിൽക്കുന്നുണ്ട്. മറ്റൊരാശങ്ക ഗാസയിലെ പ്രദേശവാസികളെക്കുറിച്ചാണ്. ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമായതുകൊണ്ടാണ് ഇസ്രായേൽ സൈനികരുടെ അസുഖബാധയ്ക്ക് പിന്നിൽ റെസിസ്റ്റന്റ് മൈക്രോബുകൾ ആണെന്ന് തിരിച്ചറിഞ്ഞത്. എന്നാൽ ഇസ്രായേൽ സൈന്യം ബോംബുകൾ വർഷിച്ച് തകർത്ത് ഇട്ടിരിക്കുന്ന ഗാസയിൽ മെച്ചപ്പെട്ട ആരോഗ്യ പരിരക്ഷ സംവിധാനങ്ങൾ ഒന്നും തന്നെ ലഭ്യമല്ല. ഈ സാഹചര്യത്തിൽ ഗാസയിൽ ജീവിക്കുന്ന ആളുകളിൽ ഇത്തരം ഫംഗസ് ബാധകൾ വ്യാപകമായാൽ പോലും തിരിച്ചറിയാൻ കഴിഞ്ഞേക്കില്ല.